مرحبا بكم معنا لأفضل رحلات التأمل والاسترخاء في أفضل وأجمل مكان في قلب أوروبا، وتحديدا البوسنة والهرسك، حيث أنكم ستقضون أوقاتا ممتعة مميزة لا تنسى، والتي تتضمن البرامج الخاصة بالاسترخاء والتأمل التي ينظمها مركز البوسنة والهرسك فرع البحرين، ولمدة أسبوع واحد فقط، بقيادة أخصائية اليوغا العلاجية وإدارة وتنظيم نمط الحياة والمتحدثة البحرينية العالمية الأستاذة فاطمة المنصوري، حيث أن هذه الرحلة المميزة ستمنحكم الكثير من الفوائد الإيجابية التي ستنعكس على حياتكم وصحتكم المستقبلية. للحجز والاستفسار سواء للرحلة الأولى الخاصة بالنساء فقط أو الرحلة الثانية الخاصة بالأصدقاء والعائلات، الرجاء الاتصال على هاتف 00973 173 26 الهاتف النقال 00973 394 62772. بس هذه جزء واحد فقط من اليوم، مثل السلوكيات والالتزامات هي أهم من الوقت، لكن الوضعيات مهمة جدا على أساس نخلص الجسم من السلوك. ഗൾഫ് രാജ്യങ്ങളിൽ യോഗ അത്ര സ്വീകാര്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ യോഗ പഠനം നടത്തുകയും ഇന്ന് യോഗയിൽ ഏറെ പ്രശംസ നേടുകയും ചെയ്ത ബഹ്റൈൻ സ്വദേശിയാണ് ഫാത്തിമ അൽ മൻസൂരി. തിരക്കുപിടിച്ച ഈ കാലഘട്ടത്തിൽ ഏറെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന മനുഷ്യർക്ക് ആവശ്യമായ ഒന്നാണ് യോഗയെന്ന് മനസ്സിലാക്കിയാണ് ഫാത്തിമ യോഗ പരിശീലിച്ചു തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് ക്രോണിക് ഫൈബ്രോമിയാൾജിയ രോഗം മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഫാത്തിമ അൽ മൻസൂരി വിവിധ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഗയിലൂടെ രോഗശാന്തി ഉണ്ടാകുമെന്ന് കേട്ടത്. അങ്ങനെ യോഗ പഠനത്തിനായി ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 2011 ഇന്ത്യയിലെത്തി യോഗ പരിശീലനം തുടങ്ങിയ ഫാത്തിമയ്ക്ക് തന്റെ അസുഖത്തിൽ നിന്നും മോചനം കിട്ടാൻ തുടങ്ങി. In 2011 I went to India to study yoga. I didn't know that I can actually find the cure or recover from my condition. I just wanted to do some stretching, relax, and learn to breathe. But when I went to India, actually I discovered that there's so much more to yoga than just relaxing and breathing and stretching. So it was a full lifestyle. It was there are cleansing techniques, detoxification for the body, the diet part is important, all the Ashtanga yoga or the self-discipline, social disciplines and the meditation. So all these 8 limbs of yoga are really good to incorporate into one's daily life to feel better. ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്തിയ ഫാത്തിമയുടെ വിശേഷങ്ങൾ മനസ്സിലാക്കിയ നിരവധി സ്വദേശികൾ ഇവരുടെ അടുക്കൽ യോഗ പരിശീലനത്തിനെത്തി. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ്, സ്കൂളുകൾ, വിമൻസ് സൊസൈറ്റികൾ, കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ യോഗ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ബഹ്റൈൻ വനിത. നൂറുകണക്കിന് പേരാണ് വിവിധ രോഗങ്ങളിൽ നിന്നും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും യോഗയിലൂടെ മോചനം നേടിയതെന്ന് ഫാത്തിമ സാക്ഷ്യപ്പെടുത്തുന്നു. And then when he heard about my story, he said, you have to come to my center. I opened a physiotherapy and Chinese therapy center. You have to come and you have to share what you learned with other people, because there's so many people that are suffering now from this chronic fatigue and tired, and all the time they don't know what to do. So I told him these are my qualifications. I don't have any big certificates or anything. I only did small courses for myself. മന്ത്രാലയങ്ങൾ, സൊസൈറ്റികൾ, വിവിധ കമ്പനികൾ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നിന്നും ഏറെ ആദരവാണ് ഫാത്തിമയ്ക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ വിവിധ അറബിക് പത്രങ്ങളിലും മാഗസീനുകളിലും സ്ഥിരം പങ്ക്തികളും, ടെലിവിഷനിൽ യോഗയുടെ മേന്മകളെക്കുറിച്ച് വിവിധ പരിപാടികളും ഫാത്തിമ നടത്തുന്നുണ്ട്. ബഹ്റൈനിലുള്ള MEM ആശുപത്രിയിൽ യോഗ തെറാപ്പിസ്റ്റായി ജോലി നോക്കുകയാണ് ഫാത്തിമ.
ഇന്ത്യ ഗവൺമെന്റിന്റെ യോഗാ ദിനാചരണങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഫാത്തിമ ഈ വർഷം ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെയും ക്യാൻസർ കെയർ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകയുമായി. ജാതിമത ചിന്തകൾക്കതീതമായി യോഗ പരിശീലിക്കണമെന്നും മെച്ചപ്പെട്ട ജീവിത രീതിയായി ഇത് മാറുമെന്നും തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഫാത്തിമ അൽ മൻസൂരിക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതും ഇതുമാത്രമാണ്. ആരോഗ്യവും മനഃശാന്തിയും ചിട്ടയുള്ള ജീവിത രീതിയും കൂടി നേടിയെടുക്കാൻ യോഗയിലൂടെ ഏവർക്കും കഴിയട്ടെ എന്നാണ് ഫാത്തിമ അൽ മൻസൂരിക്ക് ആശംസിക്കാനുള്ളത്.